എന്താ പറയുക, നല്ലൊരു സിനിമ ആവാനാണ് ചാൻസ്. നമ്മുടെ ലാലേട്ടനുണ്ടല്ലോ. പിന്നെ ഒരുപാട് ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കോടതി വിധിയെ മാനിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ കോടതി വിധി എന്തായാലും സ്വാഗതം ചെയ്യണം. അപ്പോൾ കോടതി വിധിയെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ ചാനലുകളിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന സംഭവങ്ങൾ ഭയങ്കര പ്രശ്നമാണ്, അവർക്കെതിരെ കേസെടുക്കുന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ദിലീപിനെതിരെ ഒരുപാട് ചാനലുകൾ കുറ്റം ചെയ്യാത്ത, കോടതി വെറുതെ വിട്ട ഒരാളെ പ്രതി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയാണ് ആദ്യം കേസെടുക്കേണ്ടത് അല്ലേ. അപ്പോൾ കോടതി പറഞ്ഞ ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മേൽക്കോടതി പോയിക്കോട്ടെ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ തീർക്കാം. പക്ഷേ ഒരുപാട് സിനിമയിൽപ്പെട്ട ഒരുപാട് ആൾക്കാരെ ഒതുക്കുക എന്നുള്ള, ദിലീപിനെ ഒതുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ മാധ്യമപ്രവർത്തകർ വിനു, വേണു ഒക്കെ ഒരുപാട് എന്തൊക്കെ കുറേ സംഭവങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചതാണ് ഈ സംഭവം. അപ്പോൾ അന്ന് അതിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടീഷർട്ട് അന്ന് 7 കൊല്ലം മുൻപ് അടിച്ച ടീഷർട്ടാണ്. അതെ. ആ ഒരു സമയത്ത് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടിച്ചൊരു ടീഷർട്ടാണിത്. അപ്പോൾ ഇതിന്നും ഞാൻ സൂക്ഷിച്ചു കൊണ്ടുനടന്ന് അദ്ദേഹം കുറ്റവിമുക്തനാവും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയായിരുന്നു. അതെ. തടി വെച്ച് ഞാൻ അത്ര വയറൊക്കെ ഉണ്ടായിരുന്നു, വീണും തടിയൊക്കെ കുറച്ചു. ഇപ്പോൾ ഇത് പാകമായി. ദിലീപേട്ടന് ഇഷ്ടമാണ് നമ്മുടെ സിനിമ. ഞാനൊരു അഭിനയിക്കുന്ന ഒരാളാണ്. ഒരാളെ ഒതുക്കുക എന്നുള്ളതിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നൊരു താല്പര്യമില്ല. അത് ഭയങ്കര ഒരു എന്താ പറയുക, മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത പോലെയാണ്. ഇപ്പോൾ ദിലീപേട്ടൻ തന്നെ പറഞ്ഞല്ലോ, ഇതിലെന്തോ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഞാൻ അന്വേഷിക്കണം. അതിൻ്റെ പിന്നിൽ വേറെ ആരൊക്കെയാണ്, മാർട്ടിൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അതെ. അതിൻ്റെ ഒരു ആകാംക്ഷ, അതിൻ്റെ പാട്ടൊക്കെ കണ്ടില്ലേ, എന്ത് രസമാണ്, ഭയങ്കര രസമായിട്ടുള്ള പാട്ടുകളല്ലേ. അപ്പോൾ അത് ആസ്വദിക്കാൻ വേണ്ടി വന്നതന്നെയാണ്. മലപ്പുറത്ത് ഞാൻ ഇവിടെ വരെ വരാനും കാരണം നിങ്ങളൊക്കെ കാണാനും, അതുപോലെ തന്നെ ഈ പടം ആസ്വദിക്കാനും, നല്ല പ്രേക്ഷകർ കൂടെ ഇരുന്ന് ഇത് ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ഈ പടം ഒരുപാട് ആളുകൾ ഇത് കാണരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാണണം എന്നുള്ള നിർബന്ധത്തോടു കൂടി തന്നെ വന്നതാണ്. കാണാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശം ആർക്കില്ല. ഒരു സിനിമ ഇറങ്ങുക, അത് കാണാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശം ആർക്കില്ല. എന്തായാലും ജനപ്രിയനായതുകൊണ്ട് എന്തായാലും അത് നഷ്ടം വരാറില്ല. പൊതുവെ ഏത് പടമായാലും എന്തായാലും വിജയിക്കും. അതെ. ഹാപ്പി ക്രിസ്മസ്.